എങ്ങനെയുണ്ട്? എടുത്തു പറയാനെന്താ നിങ്ങൾ കേൾക്കണ കാര്യങ്ങളൊക്കെ തന്നെ. പടം ഒരു ഫസ്റ്റ് ടൈം ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ഒക്കെ കണ്ടോണ്ടിരിക്കുക, എന്നാലും ഒരു തൃപ്തിയായിട്ടില്ല. ഹൈപ്പ് കൂടി പോയതാണോ അല്ലെങ്കിൽ ഹൈപ്പ് കൂടണം നമ്മൾ വിചാരിക്കുന്ന ഹൈപ്പ് തന്നെയല്ലോ, അല്ലാതെ ഒന്നുമില്ല. എനിക്ക് എക്സ്പെക്ട് എന്ന് വെച്ചാൽ ക്വാളിറ്റി ഉണ്ട്, എന്നാലും ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറേ നല്ല സീൻസ് ഒക്കെ ഉണ്ട്, അതൊന്നും ഇമ്പാക്ട് കിട്ടിയില്ല. ആ ഒരു ഫീലായിരുന്നു. എന്നാലും ഓവറോൾ ഒരു കാണാം, തിയേറ്ററിലേക്ക് കാണാം, പിന്നെ ഇഷ്ടമുള്ളവർ കാണാം. ആ ട്രെയിലറിൽ മമ്മൂക്കയുടെ സീനൊക്കെ അതൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ തന്നെ വന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു ഇതേ ഉള്ളൂ. ഓവറോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പടം തന്നെയാണ്. സ്ലോ പേസ് ആണ് പടം വരുന്നത്. സ്ലോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് സ്ലോ പേസ് ഇഷ്ടമായതുകൊണ്ടായിരിക്കും. എന്ന് വെച്ചാൽ പടത്തിൽ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്, എൻഗേജിങ് ആണ്. പക്ഷെ എനിക്ക് സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് തീർന്ന പോലെ ഉണ്ട്. എനിക്ക് ആ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് ഒരു ഒട്ടും തൃപ്തിയായിട്ടില്ല. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. മമ്മൂക്ക, പിന്നെ നമ്മുടെ അർജുൻ അശോക്, പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ, മൂന്നുപേരും അടിപൊളിയായിരുന്നു. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്ത് എന്തുകൊണ്ട് നന്നായി, നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മൊത്തത്തിൽ പടം കൊള്ളാം. ഒരുപാട് എക്സ്ട്രീം ലെവലില്ല, എന്നാലും നമുക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി എടുത്തു പറയേണ്ടതാണ്, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെന്താണ് എടുത്തു പറയാനുള്ളത്? വേറെ എടുത്തു പറയാനുള്ളത് ആ ഒരു പ്ലോട്ട്. മമ്മൂക്ക തന്നെയാണ്. മമ്മൂട്ടി എടുത്തു പറയാണ്ടില്ല, കാരണം നമ്മൾ ഇതുവരെ കാണുന്നൊരു മമ്മൂക്കയാണ്. ആ ഒരു എക്സ്പ്രഷൻസും പിന്നെ ആക്ടിങ് എല്ലാം കൊണ്ടും ഡയലോഗ് ഡെലിവറി എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മമ്മൂക്ക. ഒരു നല്ല പടമാണ്. നമ്മൾ ഡയറക്ഷൻ നമ്മളെ ഭൂതകാലം കണ്ട ആ ഒരു ഫീലല്ല വരുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നാലും നമ്മൾ ഈ അടിച്ചുപൊളി സിനിമ കാണുന്ന പോലെയല്ല കാണേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങനെ. പിന്നെ മൊത്തത്തിൽ കൊള്ളാം, നല്ല പടമാണ്. ഇൻ്റർവെല്ലിന് ശേഷം ഒരു ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ടെസ്റ്റ് കൊടുത്തതിന് ശേഷമാണ് സത്യത്തിൽ പിന്നീട് അതിന് ശേഷം പിന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. നൈസായിരുന്നു. മമ്മൂക്കയുടെ ഒരു വേഷപ്പകർച്ച അയ്യോ ഒന്നും പറയാനില്ല ബ്രോ, അത്രയ്ക്ക് നല്ല അഭിനയം. നമ്മൾ ഓരോ മാൻഡസും കണ്ടിരുന്നു പോകും. അമ്മാതിരി നല്ല പെർഫോമൻസ് ആയിരുന്നു. ബാക്കി അതിൽ ആകെ 5-6 പേരേ ഉള്ളൂ, അവരെല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അർജുൻ അശോക് സൂപ്പർ, ഒന്നും പറയാനില്ല. അറിയാലോ, മമ്മൂട്ടിയാണ്, അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ സിനിമയെന്ന് പറയുമ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ചിത്രമാണ്. നോർമലി ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഓരോ ഷോട്ടുകളും മേക്കിംഗ് വൈസും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മൾ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെറുതായി പോകും. അതുകൊണ്ട് അഭിനയം എല്ലാം വളരെ സൂപ്പറായിട്ടുണ്ട്. ഹൊറർ മൂഡിൽ കാണേണ്ട ചിത്രമാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂട്ടി ആയാലും നല്ല എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അർജുൻ അശോകനും സൂപ്പറായിരുന്നു. ഉള്ള കാസ്റ്റിംഗ് ഒക്കെ പക്ക, നല്ല എക്സ്പ്രഷൻ ആയിരുന്നു. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വേസ്റ്റ് ഓഫ് ടൈം അല്ല. അടിപൊളിയാണ്, കണ്ടിരിക്കാം. നല്ല പടമാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ അടിപൊളിയാണ്. പിന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ് അത് പറയേണ്ടല്ലോ, അടിപൊളിയാണ്. അർജുന അശോകനൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ പുള്ളിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് എടുത്തു പറയേണ്ടതാണ്. സ്റ്റാർട്ട് ടു എൻഡ് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റില്ല, അത് പ്രശ്നമില്ല. അത് ആ ഒരു മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഉപയോഗിച്ചിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സ്ലോ പേസ് അല്ലേ വരുന്നത്, അപ്പോൾ അത് എൻഗേജിങ് ആണോ? എൻഗേജിങ് ആണ്. ആ സ്റ്റോറി ടെല്ലിംഗ് ആ രീതിയിൽ പോകുന്നതുകൊണ്ട് എൻഗേജിങ് ആണ്.